ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം, അതോടൊപ്പം പുതുവത്സരാശംസകൾ. റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ പൗലോസിൻ്റെ ജീവിത വീക്ഷണമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോടികളുടെ കടമുള്ള ഒരു വ്യക്തിയുടെ മനോഭാവമാണ് പൗലോസ് ഇവിടെ ചിത്രീകരിക്കുന്നത്. കോടികളുടെ കടം തനിക്കുള്ളപ്പോൾ എങ്ങനെയാണ് തനിക്ക് ലഭിക്കുന്ന ഒരു ചെറിയ ഇൻകത്തിൽ തനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നത്? കാരണം അത് ആ കടത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ വീട്ടുന്നുള്ളൂ. പലപ്പോഴും നമ്മുടെ മനോഭാവം, നമ്മൾ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചിലത് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് വലിയതായ ഒരു തുക നിക്ഷേപിക്കപ്പെട്ടതിൻ്റെ ഒരു ആഹ്ലാദം പോലെയാണ് നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ സന്തോഷിക്കുന്നത് തെറ്റൊന്നുമില്ല. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് അതിൽ ആഹ്ലാദിക്കുവാനായിട്ടുള്ള സമയമായിട്ടില്ല. കാരണം ഇനിയും കടം ബാക്കിയുണ്ട്. കോടികളുടെ കടമുള്ളപ്പോൾ ആയിരങ്ങൾ എൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടാൽ അതിൽ സന്തോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു മൂഢനല്ല. കാരണം ഇനിയും എനിക്ക് കൊടുത്തു തീർക്കുവാനുണ്ട്. ആ ഒരു മനോഭാവമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ള മനോഭാവം ഉള്ളതുകൊണ്ടാണ് താൻ പറയുന്നത്, എനിക്കിരിക്കുവാൻ സമയമില്ല, മരണം വരെ ഞാൻ അധ്വാനിക്കുവാൻ തയ്യാറാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ ചിന്ത എന്നെ വളരെയധികം അലട്ടുവാനിടയായിത്തീർന്നു. ഈ 2024 നമുക്ക് എത്രമാത്രം കടം വീട്ടുവാൻ സാധിക്കും? ഒരുപാട് കടങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സുവിശേഷഘോഷണത്തോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയോടുള്ള ബന്ധത്തിൽ ഒരുപാട് കടങ്ങൾ നമുക്കുണ്ട്. ഓരോ വർഷവും നമുക്ക് ലഭിക്കും തോറും നമ്മുടെ കടം കൂടുകയാണ്. നമ്മളോടുള്ളതായ ബന്ധത്തിൽ നമ്മുടെ റിസോഴ്സസ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ കടം കൂടുകയാണ്. നമ്മൾ കൂടുതൽ ആളുകളെ അറിയുമ്പോൾ നമ്മുടെ കടം കൂടുകയാണ്. നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സർക്കിൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ കടം കൂടുകയാണ്. ഇതൊക്കെ നമ്മുടെ കടത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മൾ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നമ്മുടെ ഇൻവോൾവ്മെന്റ് കൂട്ടുവാനിടയായി തീരണം. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കടബാധിതരായി മരിക്കേണ്ടതായിട്ട് വരും. ഞാനിവിടെ സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് വീണ്ടും ജനിക്കപ്പെട്ട നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നതായ ഒരു നിയോഗമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അത് വീട്ടി തീർക്കുവാൻ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാനൊരു കടക്കാരനെ പോലെ ഞാൻ എന്നെ തന്നെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 2024 നമ്മുടെ കടത്തിലെ ഇച്ചിരെയെങ്കിലും കൊടുത്തു തീർക്കുന്ന വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും മിഷണറിമാരായി പല സ്ഥലങ്ങളിൽ, ആഫ്രിക്കയിലും മറ്റു ഭൂഖണ്ഡങ്ങളിലും പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അറിയാവുന്ന വ്യക്തികളോട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട്, നമ്മുടെ കോണ്ടാക്റ്റിൽ വരുന്നവരോട് ഒക്കെ ഈ സ്നേഹത്തെക്കുറിച്ച് പങ്കിടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിലും കടം കുറയട്ടെ, അനേകർ കർത്താവിനെ അറിയട്ടെ. ഈ 2024 കടം വീട്ടുന്ന വർഷമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളതായ മനോഭാവത്തോട് മുന്നോട്ട് പോകുന്ന പൗലോസിൻ്റെ 3 വ്യത്യസ്തമായ മനോഭാവങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായ ദൈവശക്തിയാകുന്നുവല്ലോ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആ ഒരു കടക്കാരൻ്റെ മനോഭാവത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒന്നാമതായി പൗലോസ് ഇവിടെ പറയുകയാണ്, ഒരു സന്ദേശവാഹകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും തയ്യാറാണ്. എപ്പോഴും ഞാൻ തയ്യാറാണ്. ഏത് സാഹചര്യത്തിലും ഞാൻ തയ്യാറാണ്. ജയിലിലാണെങ്കിലും, പുഴയോരത്തിലാണെങ്കിലും, വഴിവക്കിലാണെങ്കിലും, യാത്രയിലാണെങ്കിലും ഞാൻ തയ്യാറാണ്. റെഡിനെസ് ഓഫ് ദ മെസ്സഞ്ചർ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ സന്ദേശവാഹകരായിട്ട് എവിടെ അയച്ചാലും, നമ്മുടെ സ്കൂളിലും കോളേജിലും ഓഫീസിലും അയച്ചാലും നമ്മൾ അതിന് തയ്യാറാണോ? റെഡിനെസ്
ആ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. പൗലോസ് എഫെസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, സർവായുധവർഗം താൻ വിസ്തരിക്കുമ്പോൾ പറയുന്നത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ് കാലിൻ്റെ ചെരുപ്പ്. അപ്പോൾ ആ ഒരു സന്ദേശവാഹകൻ്റെ തയ്യാറെടുപ്പ് പൗലോസ് ഇവിടെ കാണിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ആ സന്ദേശത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം പൗലോസിനുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് എന്തില്ല, ലജ്ജയില്ല, കാരണം ഞാനൊരു വലിയ കടക്കാരനാണ്. ആ കടം വീട്ടുവാൻ ഞാനൊരു തയ്യാറെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. ആ കടം വീട്ടുവാനായിട്ട് ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന സന്ദേശത്തിനൊരു മൂല്യമുണ്ടെന്ന് പൂർണ്ണമായിട്ട് പൗലോസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ സന്ദേശവാഹകൻ്റെ തയ്യാറെടുപ്പും സന്ദേശത്തിൻ്റെ കൺവിക്ഷൻ, സന്ദേശത്തെക്കുറിച്ചുള്ള ബോധ്യവും പൗലോസിനെ മുന്നോട്ട് നയിക്കുകയാണ്. അതുമാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്നവരെക്കുറിച്ചുള്ള ഒരു ഭാരവും കൂടെ പൗലോസിനുണ്ട്. കൺസേൺ അബൌട്ട് ദ റെസിപ്പിയൻ്റ്, അതും പൗലോസ് ഇവിടെ പറയുകയാണ്. ഞാൻ കടക്കാരനാണ്, അവരെക്കുറിച്ച് എനിക്കൊരു ഭാരമുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ വലിയ കഷ്ടതകളുടെ ലിസ്റ്റുകളെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ്, ഇതിനെല്ലാം പുറമെ ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ളതായ ചിന്താഭാരമുണ്ട്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ചിന്താഭാരമുണ്ട്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൗലോസ് ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് പറയുകയാണ്. ഇതിൻ്റെ എല്ലാം മനോഭാവമായി പൗലോസ് ചിത്രീകരിക്കുന്നത് ഒരു കടക്കാരൻ്റെയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ 2024 നമ്മുടെ മനോഭാവം ഇത് തന്നെ ആയിരിക്കട്ടെ. എനിക്ക് കൊടുത്തു തീർക്കുവാൻ കടമുണ്ട്. അതുകൊണ്ട് എപ്പോഴും സന്നദ്ധതയുള്ളവരായി ഈ സന്ദേശത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി കേൾക്കുന്നവരോട് അനുകമ്പ തോന്നി, ഭാരം തോന്നി ഈ കടം കൊടുത്തു തീർക്കുവാൻ ഈ 2024 കുറച്ചെങ്കിലും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.